ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റി തുണി എങ്ങനെയാണ് 6 പാനൽ കുർത്തി കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ തെളിഞ്ഞു വരുന്ന ഐ ബട്ടൺ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അത് കണ്ടതിന് ശേഷം വേണം നമ്മുടെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഞാൻ യോക്ക് പാർട്ട് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ക്യാൻവാസ് ഞാൻ തുണിയിൽ തയ്ച്ചിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ, തയ്ച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ അരികു വശത്തൂടെ നമുക്കിത് തയ്ച്ചെടുക്കണം. ഇതേപോലെ തന്നെയാണ് ബാക്ക് സൈഡ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ബാക്ക് സൈഡിൻ്റേതും ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഇതുപോലെ വെച്ചു, നെക്കിൻ്റെ അരികു വശത്തൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കട്ടിങ് ഒക്കെ കൊടുത്തു. ഇനി ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് നല്ല തുണി ഉയർത്തിയിട്ട് ഈ ക്യാൻവാസ് നമുക്ക് ഈ ലൈനിങ്ങിലേക്ക് തയ്ച്ച് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഹെം ചെയ്യേണ്ട, വളരെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തിട്ട് തയ്ച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ടും നല്ല ഭംഗിയിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതായത് ഞാൻ തയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യാൻവാസ് നമുക്കിതിലേക്കൂടെ കാണാം, കണ്ടോ? അതിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ യോജിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കാം, നമുക്ക് ലൈനിങ്ങിലേക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ബാക്ക് സൈഡിൽ നമ്മളിതുപോലെ ഫുള്ളായിട്ട് ക്യാൻവാസ് നമ്മൾ ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല തുണിയും ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്തു. ബാക്ക് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് തയ്ക്കരുത്, നെക്കിൻ്റെ ക്യാൻവാസ് മാത്രം നമ്മൾ ലൈനിങ്ങിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്തതിപ്പം, കണ്ടോ? ഇതുപോലെ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടല്ലോ ബാക്ക് സൈഡ്. ഇനി വേണ്ടത് നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. അപ്പോൾ ചുറ്റുമുള്ള ലൈനിങ് ഞാൻ ഫ്രണ്ട് സൈഡിൻ്റേത് കട്ട് ചെയ്ത് മാറ്റി, അതിനുശേഷം നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കുക, കണ്ടോ? ബാക്ക് സൈഡിൻ്റെ ഈ ലൈനിങ് നമ്മൾ ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നടുക്ക് വരണം, അതായത് ഫ്രണ്ട് പീസ് നടുക്ക് വരണം. ചുറ്റും ഇതിനെ നമ്മൾ പൊതിയുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്, കണ്ടോ? കറക്റ്റ് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്ക് നല്ല വശവും കൂടെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ രണ്ടും നമ്മൾ ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ബാക്ക് സൈഡ് ഈ ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിക്കണം. നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്ത് അതേപോലെ തന്നെ ഫുള്ളായിട്ട് തയ്ച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ തുമ്പെല്ലാം ബാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, കണ്ടോ? നമ്മളിതുപോലെ കറക്റ്റായിട്ട് എല്ലാം ചേർത്ത് തയ്ച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അകലം ഒരേപോലെ ആണോ എന്ന് നോക്കണം. ചിലപ്പോൾ ഒരു ശകലം വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. ഒരു ചെറിയ വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് യോക്ക്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് സിബ് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിബ് ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലൈനിങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നടുക്കത്തെ പീസ് ഇതുപോലെ വെച്ചു. രണ്ട് സൈഡിലും ചെറിയ പീസ് തേര് വശം വരുന്നത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല തുണിയും എടുത്തിരിക്കുന്നത്. തേരുവശം ഇതിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലും വെച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ? ഇതേപോലെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചേർത്ത് തയ്ച്ചിട്ട് മേൽവശം മാത്രം നമുക്ക് ചേർത്ത് തയ്ക്കണം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചേർത്ത് 2 സ്റ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ച് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചേർത്ത് തയ്ച്ചിട്ട് പതിച്ച് തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസൈനുള്ള തുണിയായതുകൊണ്ട് കാണത്തില്ല. എന്നിട്ട് ആകവശത്ത് ലൈനിങ് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തയ്യൽ തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, കണ്ടോ? എന്നിട്ട് മുകൾ വശം മാത്രം ഞാൻ ചേർത്തൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും യോജിപ്പിക്കേണ്ട, മുകൾ ഭാഗം മാത്രം നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. കാരണം നമുക്ക് ഈ യോക്കിലേക്ക് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡിലും നമുക്കിതുപോലെ സ്കേർട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതേപോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ യോജിപ്പിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ താഴ്വശം കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിന് നേരത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ യോജിപ്പിച്ചിട്ടാണ് കട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ലെവലിൽ നമുക്ക് ഒന്ന് ചെറിയ ഒരു കർവ് പോലെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം, കണ്ടോ?
ഇതേപോലെ തന്നെ നല്ല തുണിയിലും നമ്മൾ കട്ട് ചെയ്യണം എല്ലാ വശവും. 2 ലൈനിങ്ങും 2 നല്ല തുണിയും നമ്മൾ ഇതേപോലെ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ചെറിയൊരു വേരിയേഷൻ പോലെ നിൽക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വളച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇനി നമുക്ക് അടുത്ത സ്ലീവ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. കുഴിച്ചെടുത്ത ഭാഗം ഫ്രണ്ട് സൈഡിൽ വേണം വരാനായിട്ട്. നടുക്ക് ആദ്യം വെച്ച് കൊടുക്കുക, എന്നിട്ട് ഈ വശത്തേക്ക് തയ്ച്ചെടുക്കുക, വീണ്ടും അങ്ങേ അറ്റം വരെ പോവുക, വീണ്ടും നടുക്ക് കൊണ്ടുവരിക. സ്ലീവ് ഫിക്സ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ സ്ലീവ് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് സ്ലീവിൻ്റെ വണ്ണമാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഫുള്ള് കുർത്തിയുടെ വണ്ണം മാർക്ക് ചെയ്യുക. ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് നമ്മുടെ വണ്ണം കൈവണ്ണം 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇടഭാഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. നന്നായിട്ട് വണ്ണം കുറഞ്ഞ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എത്രയാണോ ആ അളവ് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഈ അളവ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി ഷേപ്പ് ലെങ്ത് ആണ്. ഷേപ്പ് ലെങ്ത് നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഈ വേസ്റ്റിൻ്റേത് നമുക്ക് എടുത്താൽ മതി. കറക്റ്റ് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വശത്തു നിന്ന് 2 വശത്തേക്കും 6.5, 7 ഒക്കെയാണ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 വശത്തേക്കും അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരെ മുകളിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ആം ഹോളും എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ നമ്മൾ അളവുകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഞാൻ ചേർത്ത് തയ്ക്കാറില്ല, 2ആയിട്ട് മാറ്റിയാണ് തയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ തയ്ക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല. അതുമല്ല 2ആയിട്ട് തെന്നി മാറി തുണി കിടക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കൊരു ഇടുമ്പോൾ ഒരു സുഖം തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് 2ആയിട്ട് മാറ്റിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ തയ്ക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് നോക്കി അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പം തോന്നിയിട്ടില്ല. കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ സ്കേർട്ട് പോലെ നമുക്ക് കിട്ടാറുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ആദ്യം നല്ല തുണിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ലൈനിങ് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം സ്ലീവിൻ്റെ ഇവിടം മുതൽ നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കുക. ആം ഹോളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗവും കൂടെ നമ്മൾ ചേർത്ത് തയ്ച്ചെടുക്കുകയാണ്. ലൈനിങ്ങും എല്ലാം ഒരുപോലെ തന്നെ നിവർത്തിയിടുക. ഇതാ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കുറച്ചിങ്ങോട്ട് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് തയ്ച്ച് വരണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല തുണിയിൽ നമ്മളിട്ടു. ലൈനിങ് കണ്ടോ, ലൈനിങ് ഇതും മുകളിലത്തേതും ഒരേപോലെ തന്നെ മാറ്റി ഇടണം. എന്നിട്ട് നല്ല തുണിയിലേക്കാണ് ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഇതാ കണ്ടോ, നല്ല തുണിയിലേക്ക് നമ്മളിതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപോലെ തന്നെ ലൈനിങ് മാറ്റിയിടണം, ഇല്ലെങ്കിൽ നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ടാമത് 3 സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം അറിയാത്തവർക്ക് അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ഈ ഭാഗമൊക്കെ വണ്ണം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് അതേപോലെ തന്നെ തയ്ച്ചാൽ മതി. വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ഒരു 1/4 ഇഞ്ച് അകലം തയ്ച്ചെടുക്കാം. അത് നമുക്ക് വണ്ണം കൂടുന്നതനുസരിച്ച് കുറച്ച് അഴിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. വീണ്ടും അടുത്ത സ്റ്റിച്ച് വീണ്ടും ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നമ്മൾ വീണ്ടും അടുത്തത് ചെയ്യുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഈ ഭാഗം വരുമ്പോൾ നമുക്ക് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം കേട്ടോ. താഴെ വരെ തയ്ക്കണമെന്ന് നിർബന്ധമില്ല, 2 സ്റ്റിച്ച് താഴെ ഉണ്ടല്ലോ. അടുത്ത വശവും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സ്റ്റിച്ച് നമുക്ക് ഇവിടെയും ചെയ്തെടുക്കണം. ഇവിടെ വേസ്റ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് നമ്മൾ തയ്ക്കുക. അതിനുശേഷം പിന്നെ ലൈനിങ് ബാക്കിലേക്ക് മാറ്റിയിടുക. നല്ല തുണിയിലേക്ക് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്തെടുത്തിരിക്കുന്നത്. താഴെ വരെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റിച്ച് നമുക്കിവിടെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈനിങ് നമുക്ക് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. ലൈനിങ് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക. എന്നിട്ട് ഈ 2 വശവും കൂടെ പിടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉൾവശത്താണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടം ചീത്ത വശമാണ്, അവിടെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. കണ്ടോ, മറ്റേതിൻ്റേതും അകത്ത് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. നേരെ അതിൻ്റെ എതിർവശത്തായിട്ട് ഇത് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അകത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ കാണത്തില്ല. ഫുള്ള് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് തന്നെ ഇരിക്കും. ഇതിങ്ങനെ ഒന്ന് നിവർത്തി വെച്ചിട്ട്
ഗ്യാപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല തുണിയിലേക്ക് കയറി പിടിക്കരുത്. നല്ല തുണിയുടെ തയ്യൽ തുമ്പില്ലേ അതിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങോട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല, കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. തുണിക്ക് വിരിവുണ്ടെങ്കിൽ നല്ല തുണിയുടെ കൂടെ തന്നെ ചേർത്ത് തയ്ച്ചെടുത്താൽ മതി. തുണിക്ക് വിരിവില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് 3 പീസല്ലേ, അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചു, കൂട് പോലെ ഇരിക്കും. അപ്പോൾ രണ്ടായിട്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഫ്ലോയി ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഇത് തിരിച്ചിട്ടു, കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും ഭാഗം മാത്രമാണ് പുറമേക്ക് കാണുന്നത്, ബാക്കിയെല്ലാം ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെയും അതേപോലെ നല്ല തുണിയുടെയും താഴ്വശം രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. നമുക്ക് റോൾ ഹെമ്മ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ഈ പീസുകളെല്ലാം യോജിപ്പിച്ച ഭാഗം വരുമ്പോൾ നമുക്ക് റോൾ ഹെമ്മ് ഭാഗം തടസ്സം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്ക് കുർത്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പ്രിൻസസ് കട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ, നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 6 പാനൽ കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇതുപോലെ ഇങ്ങനെ കട്ടി യോജിപ്പിച്ചൊക്കെ തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് നല്ലതല്ലേ, കാരണം വളരെ കുറഞ്ഞ നൈറ്റി തുണി കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല മോഡലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ അജ്രക്കിൻ്റെ പുതിയ മോഡൽസ് നമ്മൾ പുതിയത് കൊണ്ടുവരും കേട്ടോ. ഒരുപാട് പേര് വീണ്ടും എത്ര കൊണ്ടുവന്നിട്ടും അജ്രക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. പക്ഷേ നമുക്ക് അത്രയും സ്റ്റോക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് പോയിട്ട് നോക്കും, സ്റ്റോക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പോൾ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.